നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയത്തുള്ള സജീവിന്റെയും സ്മിതയുടെയും മനോഹരമായ ഒരു വീട്ടിലാണ്. 3000 സ്ക്വയർ ഫീറ്റിൽ തീർത്തിരിക്കുന്ന ഈ വീട് നിൽക്കുന്നത് 26 സെന്റിലാണ്. കോട്ടയം ബേസ് ചെയ്തിട്ടുള്ള ആകൃതി ഡ്രീം ഹോംസ് ആണ് ഈ വീട് ഡിസൈനും കൺസ്ട്രക്ഷനും നിർവഹിച്ചിട്ടുള്ളത്. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അപ്പം ആകൃതി ഡ്രീം ഹോമിന്റെ ഫൗണ്ടർ മിസ്റ്റർ അനീഷ് നമ്മുടെ ഉണ്ട്. എക്സ്റ്റീരിയർ നല്ല രസമായിട്ടുണ്ട്. എത്ര ആളുകൊണ്ടുണ്ട് ഫീൽഡിൽ? ഒരു 16 വർഷമായിട്ട് ഈ ഫീൽഡിൽ. 16 വർഷമായിട്ട് നിങ്ങളിപ്പം ഡിസൈനും കോൺട്രാക്ടിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്? ഇന്റീരിയർ, ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ടോട്ടൽ പാക്കേജാണ്. നമുക്ക് ബൗണ്ടറി വാള് ഗേറ്റ് ഒക്കെ വന്നിട്ട് വളരെ ഏറിയ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത് അല്ലേ? ഒരു പെർഫറേറ്റഡ് ഷീറ്റ് പോലെ ഷീറ്റാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പം ഗ്രില്ലൊക്കെ കൊടുത്തേക്കുന്നതിലും വളരെ സിമ്പിൾ ആയിട്ട്. ഇതിന്റെ ഒരു പ്ലോട്ട് തന്നെ വന്നിട്ട് ഒരു ഇച്ചിരി ചരിഞ്ഞും അല്ലേ, ഒരു ഇറക്കത്തിലോട്ട് വന്നിട്ട് സ്ലോപ്പ് സ്ഥലമായിരുന്നു. പിന്നെ അത് അവിടെ റിട്ടേണിംഗ് വാൾ ചെയ്ത് റീഫിൽ ചെയ്തതാണ്. ശരി, ഓക്കെ. നിങ്ങൾ തന്നെ ഈ ലാൻഡ് ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പൊ ആ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്ന ഒരു സ്റ്റെയർ കേസ്, ഐ മീൻ ഒരു റോഡിലോട്ടുള്ള ആവശ്യമാണെന്ന് പറഞ്ഞു, അവിടെ ഒരു ഗേറ്റ് ആവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതിലേക്ക് നമ്മുടെ സ്റ്റെപ്പ് അതിലേക്ക് കൊണ്ട് ചേർത്തിരിക്കും. വീട് നിൽക്കുന്നതിന്റെ ചുറ്റുമുള്ള മെയിൻ ഏരിയ മുഴുവൻ കവർ ചെയ്തേക്കുന്നത് പെബിളിലാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കെല്ലാം പാത്വേ പോലാണ് കോൺക്രീറ്റ് ടൈലും കൊണ്ട് ചെയ്തേക്കുന്നത്. അതിന്റെ ഇടയ്ക്കും ഗ്രൗട്ട് ചെയ്തേക്കാണ് അല്ലേ? സൈഡിലൊക്കെ പിന്നെ വന്നിട്ട് ഒരു ഗ്രീൻ സ്പേസിനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതലും കലാറ്റിയും പിന്നെ നമ്മുടെ അങ്ങനെയുള്ള പ്ലാന്റ്സ് യൂസ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം ആയി വരും. പുതിയ വീടാണ്. ഇപ്പം റീസെന്റ് ജസ്റ്റ് എല്ലാം പ്ലാൻ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കാർ പോർച്ചും സെയിം ടൈൽ തന്നെ, കോൺക്രീറ്റിന്റെ ടൈൽ തന്നെ ഇട്ടേക്കുന്നു. 2 കാർ കിടക്കും. പിന്നെ വീടുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല, ചെറിയൊരു ഗ്യാപ്പ് അറ്റാച്ച് ചെയ്ത് തന്നെ നിർത്തി. ഇപ്പോൾ ഒരു എയർ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവിടും ഈ സൈഡിലും ഒക്കെ ഒരു അല്ലേ ഗ്രില്ല് കൊടുത്തിട്ട് വല്ലാതെ ചെയ്തേക്കും. അപ്പോൾ ഇത് ത്രൂ ഔട്ട് ഈ ഒരു സാധനത്തിന്റെ ഒരു റിപ്പറ്റീഷൻ വരുന്നതുകൊണ്ട് അത് വന്നിട്ടുണ്ട്. കാർ പോർച്ചിന്റെ മുകൾ വശത്തെ ഒരു ഡിസൈൻ വന്നിട്ട് ഒരു ടെക്സ്റ്റേർഡ് പെയിന്റ് ആണ് ചെയ്തേക്കുന്നത്. കാർ പോർച്ചിന്റെ മുകളിലും വീടിന്റെ ഏറ്റവും മുകളിലും കാണുന്ന സെയിം ഹാൻഡ് റെയിൽ പാറ്റേൺ തന്നെയാണ് വീടിന് ചുറ്റുമുള്ള ബൗണ്ടറി വാളിന് മുകളിലും അവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്തേക്കുന്ന UPVC ആണോ? അതുപോലെ റൂഫ് ടൈൽ ഏതാ? സെറാമിക്കിന്റെ ഫ്ലാറ്റ് ടൈലാണ്. സീരിയൽ നമ്മൾ വരുമ്പോൾ ഒരു പ്രൊജക്റ്റഡ് ബാൽക്കണി പോലൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ബ്രിക്കിന്റെ പാറ്റേൺ വരുന്ന രീതിയിൽ ക്ലാഡിങ് അതായതുകൊണ്ട് വൈറ്റിൽ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൂഫിലെ ആ കലാറ്റിയെ വെച്ചേക്കുന്ന അവിടുത്തെ ഒരു സ്പേസ് ഉണ്ട്. അത് വന്നിട്ട് ഒരു I-beam ആണോ സൈഡിൽ കൊടുത്തേക്കുന്നതിൻ്റെ? I-beam ആണ്. അതിനകത്ത് ഒരു സീലിംഗ്, വുഡൻ സ്ട്രിപ്സിൻ്റെ ഒരു സീലിംഗ്, ഹോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് മേളിൽ വന്നിട്ട് കാണിക്കാം. ഫ്രണ്ടിൽ ഒരു പ്ലാന്റർ ബോക്സ് പോലെ തന്നെ കൊടുത്ത് അതിനകത്തും എല്ലാം ഫേണും പിന്നെ കലാറ്റിയൊക്കെ വെച്ചേക്കുന്നു. ഇതെല്ലാം തന്നെ നല്ലോണം ഗ്രീനറി ആയി കഴിഞ്ഞാലേ ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് തളർത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു ഭംഗി വരും. ഇതിൻ്റെ സെറ്റ് ബാക്കുമായിട്ട് ചേർന്ന സൈഡൊക്കെ വന്നിട്ട് സ്റ്റോൺ ചിപ്സ് അല്ലേ, മെറ്റൽ ചിപ്സ് കൊടുത്തേക്കാണ്. അത് 2 സൈഡിലും അങ്ങനെ തന്നെ കൊടുത്ത് ക്ലിയർ ചെയ്തേക്കാണ് അല്ലേ? ബാക്കിലും ഒരു സൈഡിലും. അപ്പോൾ നമുക്കിനി എന്തായാലും അകത്തോട്ട് കയറിയിട്ട് കാണാം ബാക്കി കാഴ്ചകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ സിറ്റൗട്ടിലോട്ട് കയറുകയാണ്. സിറ്റൗട്ടിലോട്ട് കയറുമ്പോൾ ഇതൊരു ലെതർ ഫിനിഷ് ടൈലാണ്. ഓക്കെ, ഒരു വരാന്തയുടെ പോലെ തന്നെ ഇച്ചിരി നീളത്തിൽ തന്നെ കൊടുത്തേക്കുന്നു അല്ലേ? ഒന്നും ഇല്ലാണ്ട്. അതെ, ഫർണിച്ചറും ഇന്റീരിയർ ഡെക്കോർ ഐറ്റംസ് എല്ലാം ഇട്ട് വരുന്നേ ഉള്ളൂ അല്ലേ? ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളതുകൊണ്ട് വീതിയുള്ള വലിയ സൈസിലെ UPVC വിൻഡോസ് ആണ്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് സൈസ് ഇങ്ങനെ ആണോ നിങ്ങൾ കൂടുതൽ? അപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് ഓക്കെ. അപ്പോൾ ഡോറും അത്യാവശ്യം സൈസിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് അല്ലേ? എന്താണ് മെറ്റീരിയൽ? ഇത് വരുന്ന ആഞ്ഞിലിയാണ്. ഡോർ വന്ന് WPC ആണ്. WPC യുടെ ആണ്.
WPC കൊണ്ട് ലൂവറായിട്ട് ഡിസൈൻ കൊടുത്തേക്കുന്നു. അതിലും ഇതുപോലെ തന്നെ ഗ്രെയിൻസ് ഒക്കെ വരച്ചിട്ടുണ്ട്. പക്ഷെ WPCയിൽ നമ്മൾ അത്രയും അങ്ങനെ കൊടുക്കാറുണ്ടല്ലേ? മെറ്റൽ ഫ്രെയിം പോയിട്ടുണ്ട്. എന്നിട്ട് അപ്പം നിങ്ങൾ സ്ട്രെങ്ത് തിക്നെസ് പോലും കൂട്ടി വന്നിട്ട് നിങ്ങൾ കൂട്ടിയിട്ടുണ്ട്. ഡബിൾ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. കോസ്റ്റ് അത്രയും വില വ്യത്യാസം ഉണ്ടോ? നമ്മള് നോർമൽ ഡോറിനെ കഴിഞ്ഞും കുറച്ച് കുറവായിരുന്നേ ഉള്ളൂ. ഈ ഹൈറ്റ് വരുന്നതുകൊണ്ട് നോർമൽ ഹൈറ്റ് അല്ലല്ലോ. തടിയാവുമ്പോൾ അതിന് ഇച്ചിരി പൊളവൊക്കെ വരാനുള്ള ബെൻഡ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ശരി, തടിയാവുമ്പോൾ. മെറ്റൽ ഡോർ അപേക്ഷിച്ചിട്ടോ സ്റ്റീൽ ഡോർ അപേക്ഷിച്ചിട്ട് വരുള്ളൂ. മെറ്റൽ ഡോറിന്റെ ഈക്വലന്റ് ആയിട്ട് ഇത് വരത്തുള്ളൂ. അന്നേരം ഈ തടിയുടെ ഒരു ഫീൽ കിട്ടാനായിരിക്കും. പറഞ്ഞായിരുന്നു ആ ഒരു രീതി മതി. ഓക്കെ, നമുക്കപ്പോൾ ഇനിയിപ്പം മെയിൻ ലിവിങ്ങിലോട്ട് കയറാം. ഇത് ഫോർമൽ ലിവിങ് സ്പേസ് അല്ലേ? ഇതിപ്പം എന്ത് വരുന്നുണ്ടായിരിക്കും ഒരു സൈസ് ഏകദേശം? 4x330. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫോർമൽ ലിവിങ് ആയതുകൊണ്ടായിരിക്കും ടിവിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലാത്ത. വരാണ്ട ഒരു എൽ ഷേപ്ഡ് ഒരു സോഫ മാത്രമേ ഇട്ടിട്ടുള്ളൂ. സൈഡിലായിട്ട് തന്നെ പൂജ റൂം, അതും ഇവരുടെ നിർബന്ധമായിരുന്നു. ഓക്കെ, അപ്പം രണ്ട് സൈഡിൽ നമ്മൾ സിറ്റ് ഔട്ട് വരാന്തയിൽ കണ്ട ആ ഒരു വിൻഡോ ആണിത്. ഇത് ഫോൾ സീലിംഗ് ചെയ്തേക്കാം. സെൻറ്റർ പോർഷനിൽ വന്നിട്ട് പ്ലൈയിൽ മൈക്ക വെച്ചിട്ടുണ്ട്. അവർ വേറെ ഡെക്കോർ ഐറ്റംസ് ഒന്നും അല്ല വെച്ചേക്കുന്നത്, കൂടുതലും ലൈഫ് ഉള്ള സാധനങ്ങൾ തന്നെയാണ് വെച്ചേക്കുന്നതൊക്കെ അല്ലേ? ഇനിയിപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ ഇതൊരു ഷെൽഫിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കയറാനുണ്ട്. ഓക്കെ, അങ്ങനെ ചെറിയ രണ്ടൊരു പാർട്ടീഷൻ പോലെ ഇവിടെ വന്നിട്ട് അതുപോലെ മെറ്റൽ സ്ക്വയർ ട്യൂബിൽ ചെയ്തേക്കുന്നു. അതിലൊരു തട്ടും പിന്നെ ഈ ഒരു സൈഡ് ഫ്ലൂട്ടഡ് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു നീഷ് പോലെ അകത്തോട്ട് കയറിയിരിക്കുന്ന ഒരു സ്പേസ് ആണ്. അതിൽ പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം ഫുൾ ലെങ്തിനടുത്ത് വരുന്ന രീതിയിലൊരു മിറർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് വെച്ചേക്കാണോ? ഇച്ചിരി ഡാർക്ക് ആയിട്ട് ഇരിക്കുന്നില്ല, എന്താ സംഭവം? പൂജയുടെ ഒരു റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് വാസ്തുപരമായിട്ടും ഈ ഫോയറിൽ ഒരു ഗ്ലാസ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ ഇതിലോട്ട് വരുന്ന രീതിയിലാണ് നിങ്ങൾ ഇത് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഡാർക്കർ കളർ കൊടുത്തേക്കുന്നതും ജസ്റ്റ് അത് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഫയർ സ്പേസ് പോലെ ഇത് ഇനിയും ഒരു ഇങ്ങനെ ഇതാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് ഇനി ബാക്കിയുള്ള സ്പേസിലോട്ട്. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഒരു സ്പേസിൻ്റെ ഈ ഒരു ഏരിയ സൈഡിലൊരു ബേ വിൻഡോ അല്ലേ? ഇതെല്ലാം ബൂട്ടാൻ ബോർഡ് തന്നെ ആയിരിക്കും അല്ലേ? മൈക്ക ചെയ്തേക്കുന്നു. അതിൻ്റെ അടിയിലൊക്കെ ആവശ്യം പോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചവും വായുവും ഒക്കെ കയറുന്ന രീതിയിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു സ്പേസ് ആണ്, ഒരു സങ്കനായിട്ട് കിടക്കുന്ന ഒരു നമ്മുടേതായിട്ടുള്ളൊരു പ്രൈവറ്റ് അല്ലേ ഏരിയ പോലത്തെ ഒരു സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് തന്നെ ടിവിയിൽ ഇവിടെ ഒരു ടിവിയും വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇപ്പം നമ്മൾ ഇവിടുന്ന് തുറക്കുവാണെങ്കിൽ ഇതൊരു സ്ലൈഡിംഗ് ഗ്ലാസ് ഡോറാണ് കൊടുത്തേക്കുന്നത്. അതും ഫുൾ ലെങ്തിൽ പോയേക്കുന്നു. UPVC തന്നെ ചെയ്തേക്കുന്നു. ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തത്. നേരെ നമ്മൾ ഇവിടെ തുറന്ന് കാണുന്നതും ഒരു അപ്പുറത്തെ വിഷൻ ബ്ലോക്ക് ചെയ്യാനും പറ്റും. നമുക്ക് ഇവിടുത്തെ പ്രൈവസി എഫക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു ചെറിയൊരു വാൾ കൊടുത്തിട്ടുണ്ട്. അതൊരു ടെറാക്കോട്ട ക്ലേ ടൈല് ബ്രിക്ക് ഒട്ടിച്ചേക്കുന്നു. അവിടെ ഒരു ബുദ്ധയൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ കുറച്ച് ഗ്രീൻസ് സ്നേക്ക് പ്ലാന്റും ഫേൺസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇവിടുത്തെ സീലിംഗ് ആയാലും നിങ്ങൾ അതുപോലെ തന്നെ മൈക്ക കുട്ടൻ ബോർഡ് യൂസ് ചെയ്ത് മൈക്ക കൊടുത്തേക്കുന്നു അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ആയാലും ഒരു പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ പോയിട്ടുണ്ട്. ഇത് ഡബിൾ ഹൈറ്റിലാണ് പോയിരിക്കുന്നത്. അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ഫോൾ സീലിംഗ് ചെയ്ത് ഒരു കോവ് ലൈറ്റിംഗ് പോലെ ചെയ്ത് കോവ് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ഹാങ് ചെയ്തിട്ടുള്ളൊരു ഷാൻലിയറും കൊടുത്തിട്ടുണ്ട്. 60x60 ഒരു മൊറോക്കൻ ടൈൽ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലെ ബ്ലാക്ക് ഫിനിഷ് ടൈലിൻ്റെ ഒരു ബോർഡർ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ താഴെ എത്ര റൂമാണ്? ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം, മുകളിലോ? മുകളിൽ 2 ബെഡ്റൂം. ഓക്കെ, അപ്പം നമുക്ക് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ഇതെല്ലാം തന്നെ സെയിം ഫിനിഷ് തന്നെ, സെയിം മെറ്റീരിയൽ അല്ലേ? സെയിം മെറ്റീരിയൽ, കുറച്ചും കൂടെ ഡാർക്കർ ടോണിലുള്ള അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് റൂമിലോട്ട് കയറാം. എന്ത് സൈസ് വരുമായിരിക്കും ഇത്? 380x350. കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കൺസീൽഡ് ആയിട്ട് പ്രൊജക്ട് ചെയ്യാതെ വാർഡ്രോബ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സ്പേസ് വേസ്റ്റേജ് ഒന്നും ആയിട്ടില്ല. ബൂട്ടാൻ ബോർഡിൽ മൈക്ക ഡ്രസ്സിങ് ഏരിയ, ഇവിടെ ഒരു മിറർ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് സ്റ്റോറേജും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ. പിന്നെ ബെഡ് ആയാലും എല്ലാം നമ്മൾ ഇതിൽ തന്നെ ചെയ്തേക്കാണ് അല്ലേ? സൈറ്റിലിട്ടാണോ അതോ അത് വന്ന ഇവിടെ ഇട്ട് തന്നെ ചെയ്തേക്കാണല്ല? ഹെഡ് ബോർഡ് ആയാലും സെയിം മെറ്റീരിയൽ തന്നെ. ഈ ഒരു സ്ട്രിപ്പ് ആ ഒരു പാറ്റേൺ തന്നെയാണ് ഡോറിനും പോയേക്കുന്നതും. അതുപോലെ തന്നെ ഇവിടുത്തെ സീലിങ്ങിലും അതിൻ്റെ തന്നെ ഒരു ഇത് പോയിട്ടുണ്ട്. സൈഡിൽ സൈഡ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ഫ്രണ്ട് എലിവേഷനിൽ കണ്ട ആ വലിയ വിൻഡോ ഇവിടെ ഉണ്ട്. എല്ലാ റൂമിലും ഇതുപോലെ തന്നെ ഷിയറും പോയിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് കർട്ടൻസിൻ്റെ ഫാബ്രിക്കും അതിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ലൈറ്റ് സട്ടിൽ ഗ്രീൻ തന്നെ തോന്നുന്നു എല്ലായിടത്തും പോയേക്കുന്നത്, ഫുള്ളി പോയേക്കുന്നത്. ലൈറ്റ് ഗ്രീനും വൈറ്റും ആ ഒരു ഓഫ് വൈറ്റ് കളറാണ്. അപ്പം ചെറിയ വിൻഡോയ്ക്ക് വന്നിട്ട് റോമൻ ബ്ലൈൻസ് ആണ് കൊടുത്തേക്കുന്നത്. ടോയ്ലറ്റും കൂടെ കാണാം, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇത് FRP ആണോ? FRP. ഫ്ലോറിംഗ് വന്നിട്ട് ഒരു ഗ്രേ കളറിൽ മാറ്റ് ഫിനിഷ് 120x60 മാറ്റ് ഫിനിഷ് ആണ് അല്ലേ?
മാറ്റ് ഫിനിഷ് കൊടുത്തേക്കുന്നു. ഭിത്തിക്കായാലും ആ ഒരു സെയിം സൈസ് വരുന്ന രീതിയിൽ ഒരു പാറ്റേൺ ഉള്ള ഡിസൈനൊക്കെ ഉള്ള രീതിയിൽ ഒരു വോൾട്ടൈലാണ് കൊടുത്തേക്കുന്നത്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേഷൻ ഉണ്ട്, ലെവൽ ഡിഫറൻസ് ഹൈറ്റ് ഡിഫറൻസിലുണ്ട്. വേണമെങ്കിൽ ഫ്യൂച്ചറിൽ അവർക്ക് ഒരു ഗ്ലാസിൻ്റെ പാർട്ടീഷൻ കൊടുക്കാമെന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് താഴത്തെ രണ്ടാമത്തെ റൂമിലോട്ട് പോവാം. അതും ഈ സെയിം സൈസ് തന്നെയാണോ? അല്ല, അത് കുറച്ച് കുറവാണ്. 330/4 ആണ്. അത് എനിക്ക് തോന്നുന്നു ബെഡൊക്കെ ഒരു കറക്റ്റ് സൈസ്, ക്വീൻ സൈസാ അല്ലേ? ഇത് ക്യൂൻ സൈസ് കറക്റ്റ് ഒരു ഇത് ഇട്ടേക്കുന്നുണ്ട്. അതെ, ഇത്രയും സ്പേസ് ഇത് രണ്ട് സൈഡിലും കിട്ടുന്നോണ്ട് നമുക്ക് അങ്ങനെ തോന്നൂല. അതെ അതെ, സൈസ് സൈസ് കുറവായിട്ട് തോന്നത്തില്ല. 330/380 ആണ് ഇത്. 330/380. പിന്നെ ഇവിടെ മറ്റേതുപോലെ ഒരു വാർഡ്രോബ് സ്പേസ് അല്ല കൊടുത്തേക്കുന്നത്. ചെറിയ ഒരെണ്ണം ജസ്റ്റ് പേരൻസ് ബെഡ്റൂം ആയിട്ട് ചെയ്തേക്കുന്നത്. സെയിം മറ്റേ റൂമിൽ കണ്ട സെയിം കർട്ടൻ ഡിസൈൻ ഒക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സിമ്പിളായിട്ട് നമ്മൾ ഇതിൻ്റെ ഗ്രില്ല് കണ്ടില്ല, സ്ക്വയർ പൈപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. എല്ലായിടത്തും സെയിം പെയിന്റ് തന്നെയാണ്. ഫ്ലോറിംഗ് ആയാലും ലിവിങ്ങിലെയൊക്കെ സെയിം ഫ്ലോറിംഗ് തന്നെയാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. എനിക്ക് സൈസ് ചെറിയ വ്യത്യാസമുണ്ട്, സൈസിൽ വ്യത്യാസമുണ്ട്. ബാത്റൂമിലും ഗ്രേ കളർ തന്നെയാണ് ഇവർ കൊടുത്തേക്കുന്നത്. ഓക്കെ, മറ്റേതുപോലെ തന്നെ ഒരു വാഷ് ബേസിന്റെ ഏരിയ ഒരു പാർട്ടീഷൻ കൊടുത്തേക്കാം. ജിയിൽ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ബൂട്ടാൻ ബോർഡ് മൈക്ക ചെയ്ത് ഇവിടുത്തെ കളറുമായിട്ട് യോജിക്കുന്ന രീതിയിലുള്ളൊരു കളർ അല്ലേ, ആ കളറിൽ തന്നെയാണ് ഇത് പോയേക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽ, ഈ മാർബിൾ ഫിനിഷിലുള്ള മൈക്കയാണ് നമ്മൾ ആ പൂജാ സ്പേസിൽ അവർ ബാക്കിൽ ചെയ്തേക്കുന്നത് അല്ലേ. വാഷ് കൗണ്ടർ ഇരിക്കുന്നതിന്റെ താഴെ കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാനൈറ്റ് ആണ് അല്ലേ. ഇതെല്ലാം മൈക്ക തന്നെയാണല്ലോ. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ബൂട്ടാൻ ബോർഡ് തന്നെ കൂടുതലും സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ മാത്രം മാറ്റിയിട്ടുണ്ട്. അതെ, രണ്ട് ഫിനിഷ് കൊടുത്തേക്കുന്നു. പിന്നെ ഈ ഒരു ബാക്ക് സ്പ്ലാഷ് യൂസ് ചെയ്യുന്ന ടൈല് രസമുണ്ട്. പിന്നെ റൗണ്ടിൽ ഇതൊക്കെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്താണ് അല്ലേ. കട്ട് ചെയ്ത് അതിന് ബോർഡർ ഒക്കെ കൊടുത്ത് ഈ ഏരിയ ആയാലും കർവ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മൈക്ക തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മൈക്ക തന്നെയാണ് സീലിംഗിലും പോയിരിക്കുന്നത്. ബാക്കി ഞാനാണ് പറയുന്നത്. അപ്പോൾ ഡൈനിങ്ങിൻ്റെ സ്പേസിലോട്ട് നമ്മൾ പോവാണ്. ഭയങ്കര വിശാലതയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നല്ല ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് ജാളി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഹോട്ട് എയർ അത് പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ. അതെ, ഈ കർട്ടനൊക്കെ ആണെങ്കിലും നല്ല രസമുണ്ട്. ഇത്രയും ഹൈറ്റിൽ വന്നപ്പോഴത്തേക്ക് ഒരു വലിയ വിൻഡോ ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇതിങ്ങോട്ട് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പുറത്തേക്കുള്ള ആ ഒരു കുറച്ച് ടെറൈൻ പൊങ്ങിയ ഒരു ഹില്ലി ഏരിയ ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്ക്വയർ ട്യൂബ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് സെക്യൂരിറ്റി, ആ ഒരു സെക്യൂരിറ്റി കുറച്ച് സ്ട്രെങ്തൻ ആണ്. പിന്നെ ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ്. അപ്പോൾ ഇവിടെ ചെയർ ഒന്നും ഇട്ടിട്ടില്ല, വരുന്നതേ ഉള്ളൂ. അപ്പം മൊത്തത്തിൽ ഇവിടെ ഇനിയിപ്പം ചെയ്യാനുണ്ട്. ഈ കിച്ചൺ ഫുള്ള് ചെയ്തിട്ടുള്ളത് ബൂട്ടാൻ ബോർഡ്. എന്തൊക്കെയായിരിക്കും അതിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ? ഇപ്പൊ അല്ലാതെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് മെയിൻ ആയിട്ട് ബൂട്ടാൻ ബോർഡിന്റെ. ക്യാബിനറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ഇത് ബൂട്ടാൻ ബോർഡിൽ മൈക്ക വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്താണ് മൈക്ക പ്രസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഐലൻഡ് കിച്ചൺ കൊടുത്തിട്ടുണ്ട്. സ്ലാബ് വന്നിട്ട് ടൈലാണ്, പക്ഷെ ഇതിനൊരു ക്വാർട്സിന്റെ ആ ഒരു ലുക്കും ഉണ്ട്, ആ ഒരു തിക്നെസ്സും കൊടുത്തിട്ടുണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു സോൾട്ട് ആൻഡ് പെപ്പർ ഫിനിഷില് അങ്ങനെ എടുത്തു ടൈല് തന്നെ. ഇവിടെ പിന്നെ ഒരു ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ലെഡ്ജസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നും പ്ലേസ് ചെയ്തിട്ടില്ല, നമ്മൾ പറഞ്ഞല്ലോ, എല്ലാം സെറ്റായി വരുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ കിച്ചൺ നല്ലൊരു തീമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കളർ സെലക്ഷൻ ഒക്കെ എങ്ങനെയാണ്? ക്ലയന്റും ഇൻക്ലൂഡ് ആയിരുന്നു. കളറൊക്കെ ആയിട്ട് ബീച്ച് വുഡ് ഒരു കളറാണ് മൈക്കയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലയന്റിന്റെ ഒരു സജഷൻ ഉണ്ട്. നല്ലപോലെ വെട്ടമൊക്കെ കയറുന്ന രീതിയിലാണ് സിങ്കിന്റെ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആ സെയിം സ്ലാബ് തന്നെ പോയിട്ടുണ്ട്. ആ സെയിം ടൈല് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. സോൾട്ട് ആൻഡ് പെപ്പർ ആ ഒരു ഷെയ്ഡ് തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഒരു വർക്കിംഗ് കിച്ചൺ ആണെന്ന് തോന്നുന്നു അല്ലേ? ഒരു ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ. ഹാർഡ് കുക്കിങ്ങും വർക്കിങ്ങും ഒക്കെ നടക്കുന്ന ഒരു കിച്ചണാണ് ഇവിടെ. ഈ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിങ്കും ഒക്കെ കൊടുത്ത് സ്റ്റോറേജ് സ്പേസസും എല്ലാം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ കൗണ്ടർ ടോപ്പ് മാറിയിട്ടുണ്ട് അല്ലേ? അവിടെ ബ്ലാക്ക് കളർ ഡർട്ടി കിച്ചൺ ഒക്കെ ആണല്ലോ. അപ്പോൾ അതിന്റെ ഒരു അത് കുറച്ച് അഴുക്കൊക്കെ പറ്റിയാലും, നമ്മൾക്ക് എല്ലാവർക്കും അഴുക്ക് പറ്റിയാലും അറിയരുത് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ലാബ് ആയിരിക്കും നല്ലത്. മുകളിലോട്ട് പോകുമ്പോൾ സ്റ്റെയർ കേസ് വന്നിട്ട് നമ്മൾ ഈ സെയിം പെർഫറേറ്റഡ് മെഷീൻ ആണ് ഗേറ്റിൽ കണ്ട അതേ മെറ്റീരിയൽ തന്നെയാണ്. അതെ, മെയിൻ ഗേറ്റിനും വിക്കറ്റ് ഗേറ്റിനും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ സെയിം സാധനം. അത് തന്നെ ഹാൻഡ് റെയിലായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ തടി വുഡ് ഏതാണ്? റബ്ബുഡാണ്. ഹാൻഡ് റെയിലും നമ്മുടെ ത്രെഡും എല്ലാം വരുന്നത് ഇത് തന്നെയാണ്. ഏത് സ്ട്രക്ചർ സ്റ്റീൽ ചെയ്തിട്ട് ഇത് കവർ ചെയ്തേക്കുന്നു അല്ലേ? നമ്മൾ ഡൈനിങ് ഏരിയയിൽ കണ്ട പോലെ തന്നെ ഫുൾ ലെങ്തിൽ പോയേക്കുന്ന ഒരു കർട്ടന്റെ ഒരു സ്പേസ് ആണ് ഇതും.
വലിയൊരു വിൻഡോ ഏരിയ ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ലൈറ്റിനൊന്നും ഒരു കുറവില്ല. അപ്പോൾ സൈഡിൽ വേണ്ട ഇവിടുത്തെ അപ്പൂപ്പൻ്റെ തോന്നുന്നു. അതെ അതെ, ക്ലയൻറ്റ് അച്ഛൻ്റെയാണ്. വലിയൊരു ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റെയർ കയറി ചെല്ലുന്ന ആ ഒരു സ്പേസ് അത്യാവശ്യം സൈസുള്ളൊരു ലിവിങ് പോലെ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ ആയാലും സോഫയൊക്കെ ഇട്ട്. അതെ അതെ അല്ലേ? അതെ. ഇതും പല മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മുകളിലും നമുക്ക് 2 ബെഡ്റൂം അല്ലേ? മുകളിലും താഴത്തെ പോലെ തന്നെ 2 ബെഡ്റൂം. എന്തായാലും ഈ റൂമിലോട്ട് കയറാം. ഓക്കെ, ഇതും അത്യാവശ്യം ഇത് മാസ്റ്റർ റൂമിന്റെ സൈസ് ഉണ്ടോ തോന്നുന്നു? ഏകദേശം 4x380. 4x380 ആണ്. ഓക്കെ, ഇവിടെ ആയാലും നമ്മുടെ സെയിം കളർ പാറ്റേൺ തന്നെയാണ് ഇവർ പോയേക്കുന്നത്. 2 ഭിത്തിക്ക് ആ ലൈറ്റ് ഒരു ഗ്രീൻ പോലത്തെയും പിന്നെ ഒരു ഭിത്തിക്ക് വൈറ്റ്. ആ വൈറ്റിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ഇങ്ങനെ സീലിങ്ങിലോട്ടും പോയിട്ടുണ്ട്. ഹെഡ് ബോർഡിന്റെ ആ ഒരു സ്പേസിലായിട്ട് അവർ മൈക്ക ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ റൂമിലും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാന് വെച്ചിട്ടുണ്ട്. അപ്പം റൂമിലെ ചൂടൊക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഹെഡ് ബോർഡും ബെഡും എല്ലാം ഇവിടുത്തെ എല്ലാ റൂമിലും വളരെ സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. അതെല്ലാം തന്നെ ഈ ബീച്ച് വുഡ് കളറിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ സൈഡ് യൂണിറ്റ് ആയാലും ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല ഒരു വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു വലിയ ബാൽക്കണി സ്പേസ് ഉണ്ട്. അതിലായാലും സ്ലൈഡിംഗ് ഡോർ കൊടുത്തേക്കുന്നു UPVCയുടെ. ഇത് നമ്മുടെ വീടിന്റെ സൈഡായിട്ട് വരും. ഇവിടെ കൊടുത്തേക്കുന്ന ഹാൻഡ് റെയിലായിട്ട് യൂസ് ചെയ്തേക്കുന്ന ആയാലും GI പൈപ്പാണ്. അത് പക്ഷെ അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രസമുണ്ട്. താഴെ വന്നിട്ട് ഒരു സ്ക്വയർ പോലത്തെ ഒരു ഷേപ്പും മുകളിൽ വന്നിട്ട് വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊരു വേറൊരു ഷേപ്പാണ്. ഒരു കണ്ടംപററി ലുക്ക് ഉണ്ട് അല്ലേ? താഴോട്ട് നോക്കുമ്പോൾ ഈ പെബിൾസ് മൊത്തം വിരിച്ചേക്കുന്നതിൻ്റെ ഒരു വ്യൂ കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പെബിൾസ് നമ്മൾ ഇടുന്നതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് നമ്മൾ ഇവിടെ നല്ല ചൂടുള്ള സ്ഥലമാണ്. അപ്പോൾ മെയിൻ ഒന്നാമത്തെ ഇത് റിഫ്ലക്ഷൻ നല്ല കുറയും. അപ്പോൾ നമുക്ക് കണ്ണ് നോക്കുമ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറവാണ്. പിന്നെ എന്നാലും ചൂടിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. എല്ലാ സൈഡിലും ഫുൾ ലൈറ്റാണ്. ഇതിൻ്റെ ഇവിടെ വിൻഡോ, അവിടെ വിൻഡോ ഫുൾ വെൽ ലിറ്റഡ് ആണ്. ഈ സൈഡിൽ ഇവിടാണ് ടെറസ് കൊടുത്തേക്കുന്നത്. അവിടെ ഒരു ബാൽക്കണി ഉണ്ട്, അതിലോട്ട് നമുക്ക് പിന്നെ പോകാം. അടുത്ത ബെഡ്റൂം ഇതാണ്. ഇത് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്തേക്കുന്ന റൂമാണ്. ഇതും എനിക്ക് തോന്നുന്നു അത്രയും സൈസ് ഇല്ല എന്നാണോ അതോ? സൈസ് ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു ക്യാബിനറ്റ് വന്നേക്കുന്നുണ്ട്. ആദ്യം ഇങ്ങോട്ട് തെള്ളി നിൽക്കുന്നുണ്ട്. എന്നാലും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല കേട്ടോ. താഴത്തെ റൂമിൽ കണ്ട സെയിം ഒരു ഹെഡ് ബോർഡിന്റെ ഫിനിഷ് തന്നെയാണ് പോയേക്കുന്നത്. ഒന്ന് ആർച്ച് ചെയ്ത് പോയേക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത് മിറർ ഇവർ കസ്റ്റമൈസ് ചെയ്ത് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം ബീച്ച് വുഡ് കളറിൽ തന്നെ. അപ്പോൾ ഇവിടുത്തെയും കൂടെ നമുക്ക് ബാൽക്കണി ഒന്ന് കാണാം. അതും അത്യാവശ്യം നല്ല ലെങ്തിലുള്ള ബാൽക്കണി. ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് എലിവേഷനിൽ നിന്ന് കാണുന്നതിനകത്ത് നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ് ഈ UPVC വെള്ള കളർ. എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ക്ലേ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് പോർഷൻ അവർ ചെയ്തേക്കുന്നു. എനിക്കൊന്ന് ലുക്കിന് വേണ്ടിയിട്ടാണോ? ലുക്കിന് വേണ്ടി മാത്രമല്ല, നമുക്ക് ഇങ്ങോട്ടുള്ള മഴവെള്ളത്തിന് ഒരു പരിധി തൂവാനം അല്ലേ? അതെ, തൂവാനം അടിക്കാതിരിക്കാൻ. ശരി, അത് നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്തു. എല്ലാ റൂംസും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മുകളിലത്തെ 2 റൂമിനും ബാൽക്കണി ഉണ്ടായിരുന്നു. അത് കൂടാതെ ഇവിടെ വേറൊരു ബാൽക്കണി ഉണ്ട്. ഇതും വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നൊരു സ്പേസ് ആണ്. എസ്പെഷ്യലി ഈ ഒരു സീലിംഗ് കാരണം. സീലിങ്ങും ഇതിൻ്റെ ബോർഡറിൽ പോയേക്കുന്ന ആ ഒരു പോർഷനും ഇതാണ് നമ്മൾ ഒരു ഐസ് സെക്ഷൻ പോലെ കണ്ടത് അല്ലേ? അതെ, WPCയിലാണ് ഉള്ളതാണ് അല്ലേ ലോവർ. പക്ഷേ ഒരു ഭയങ്കര പ്രീമിയം ലുക്ക് ഉണ്ട് അല്ലേ? അതിൽ ഈ COB ലൈറ്റ്സും ഒക്കെ വന്ന് നമ്മുടെ ഈ ബാൽക്കണി സ്പേസിന് ചുറ്റും ഒരു പ്ലാന്റർ ബോക്സ് പോലെ തന്നെ കൊടുത്തേക്കുന്നു. ഔട്ട്ഡോറിൽ എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗ്രിപ്പുള്ള ഒരു ടൈലും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 4 ബെഡ്റൂം ഉള്ള ഏകദേശം 3000-ഓളം സ്ക്വയർ ഫീറ്റ് തീർത്തേക്കുന്ന ഈ വീടിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞു. നല്ല എയർ ഫ്ലോയും ലൈറ്റും നമുക്ക് ഒരുപാട് ഇഷ്ടം. വിൻഡോസ് ഒക്കെ വലുതാണ്. അതെ, നമ്മുടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇന്റീരിയറിലൊക്കെ കുറച്ചും കൂടെ റിച്ച് ആക്കുവാണെങ്കിൽ അതിനനുസരിച്ചല്ലേ? അപ്പോൾ അത് ബഡ്ജറ്റിനനുസരിച്ച് മാറും, വേരി ചെയ്യും. നിങ്ങൾ എന്തായാലും ടോട്ടൽ സൊല്യൂഷൻ ഇവര് ഡിസൈന്, കൺസ്ട്രക്ഷൻ എല്ലാം അത് തന്നെ ഇന്റീരിയർ ചെയ്യും, എക്സ്റ്റീരിയർ, ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ഉൾപ്പെടെയാണ്. ഇപ്പോൾ ഇവിടെ ആയാലും എല്ലാം ഉൾപ്പെടെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, താങ്ക് യു.